എന്തൊക്കെയായി? എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? ഞാൻ ദേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ചോറ് തിന്നുകൊണ്ടിരുന്ന ടൈമിൽ എന്നെ നിസ്കാരപ്പായ എടുത്തിട്ട് അവിടെ ഇരുന്ന് കാണിക്കുന്നതാണ് കേട്ടോ. വിളിച്ചാലും കൂടി തിരിഞ്ഞ് നോക്കൂല എന്നിട്ട് നിസ്കാരത്തിൽ മുഴുകിയൊക്കെയാണ്. ഞാൻ ഇടയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പോഴും നോക്കണമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നോക്കിയത്. പിന്നെ എന്നിട്ട് അപ്പം വേഗം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്ത് വാലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. ഫാൻ ഓഫ് ചെയ്തില്ല കേട്ടോ. ഫാൻ ഓഫ് ചെയ്യട്ടെ. ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ പുറത്തേട്ട് ഇറങ്ങാം. ഇസാപ്പി ഇറങ്ങിയിട്ടാ, പുറത്തേട്ട് ഇറങ്ങിയിട്ടുണ്ട് അവള്. അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയാണ്. അവിടെ മേളിൽ റോഡ് പണി നടക്കണമെന്ന് പറയണ്ടായി. അപ്പോൾ ഒന്ന് പോയി കാണാം. വലിയ കട്ടകൾ വിരിച്ചിട്ട് അത് മാറ്റിയിട്ട് വലിയ മറ്റേ മെറ്റലുണ്ടല്ലോ അത് മാറ്റിയിട്ട് ഇപ്പോൾ ചെറിയ മെറ്റൽ വിരിച്ച് എന്ന് പറയണ്ടായി. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ അവളുടെ വർത്താനം കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് തീയിട്ട് തലേ ദിവസം ഞാൻ തീയിട്ടിട്ടുണ്ടായിരുന്നു. തീയൊക്കെ ഇട്ടിട്ട് മേളിലോട്ട് പോവുകയാണ്. ഇസാപ്പി ആണെങ്കിൽ ഒറ്റ ഓട്ടമാണ്. അപ്പോഴേക്ക് താഴത്തെ ഒരു ഇത്തത്ത കണ്ടിട്ടുണ്ടായിരുന്നു, നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വിശേഷങ്ങളായി അവിടെ കുറച്ച് നേരം കാര്യം പറഞ്ഞ് നിന്ന്. ഇസാപ്പി അപ്പം മേളിലെത്തിയപ്പോഴത്തേക്കും പറഞ്ഞ്, എൻ്റെ ഉമ്മി കനാലിൽ എന്തോരം വെള്ളമാണ്, ഇതേ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വരെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ കനാലിൽ നിറച്ച് വെള്ളം വന്നേക്കാണ്. എൻ്റെ പൊന്നെ, കണ്ടേ നമുക്ക് ചാടാൻ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എല്ലാ ചീത്ത വെള്ളമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കുറേ കമ്പനികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കൂടെ ഒഴുകി വന്ന് വെറുതെ നമുക്ക് ഇൻഫെക്ഷൻ വരുത്തി വെക്കണ്ടല്ലോ. നിറച്ച് വെള്ളമാണ്. അപ്പോൾ മുപ്പിലാത്തേക്ക് ഒന്ന് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് കാലൊക്കെ നനക്കണമെന്നുണ്ട്. അപ്പോൾ വെള്ളം ഇത്ര ഒഴുക്കിൽ വന്നു കഴിയുമ്പോൾ, നല്ല ഒഴുക്കിൽ വെള്ളം വന്നു കഴിയുമ്പോൾ ഇവർ ഈ വേസ്റ്റ് വെള്ളമൊക്കെ വിടാറുണ്ട്. അപ്പോൾ വെറുതെ ഇനി ഇറങ്ങി ഇൻഫെക്ഷനൊന്നും വരുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം, കുറച്ച് വിശേഷങ്ങളും പറഞ്ഞ് നടക്കാമെന്ന് ഓർത്തിട്ടാണ്. ഞാനിപ്പോൾ റോഡ് പണി ഇങ്ങനെ നടക്കണോണ്ടാണ്. അല്ലെങ്കിൽ കൊച്ചിൻ്റെ സൈക്കിള് എടുത്ത് മേളിലേക്ക് കയറ്റാമെന്ന് ഓർത്താൽ, അയ്യോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എൻ്റെ വീട്ടിലിരിക്കുകയാണ് സൈക്കിള്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോകണ്ടായി, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു, ബില്ലിങ്ങിലായിരുന്നു. അപ്പോൾ ബില്ലിങ്ങും സെയിൽസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഒരു 1.5 മാസമായി ഇപ്പം നിർത്തിയിട്ട്. അപ്പോൾ അവിടുത്തെ നഴ്സറിയിലാണ് കൊച്ചിനെ ആക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ 1.5 മാസമായിട്ട് അവൾ പോയിട്ടില്ല. ഞാൻ പോകാത്ത കാരണം പോയിട്ടില്ല. ഞങ്ങളുടെ വീട് ആലുവ ഭാഗമാണ്, എൻ്റെ വീട് വരുന്നത് പള്ളിക്കര. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇനി പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ അവൾ കൊണ്ടുവന്നാക്കിയിട്ട് നഴ്സറിയിൽ രാവിലെ പോകുമ്പോൾ കൊണ്ടുവന്നാക്കും. എന്നിട്ട് നേരെ അവിടെ ഷോപ്പിലേക്ക് ചെല്ലും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 5 മണിക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് കൊച്ചിനെ വിളിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരെ ചെയ്യല്. അപ്പോൾ നഴ്സറി വിട്ട് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി നടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഓർത്തത്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും സൈക്കിൾ പോയി എടുക്കണം. പിന്നെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇനി നഴ്സറിയിൽ ആക്കാമെന്ന് ഓർത്തപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇനി 1-2 മാസം കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് പുതിയ ഒരു സ്കൂളിലായിട്ട് ഏതെങ്കിലും സ്കൂളിലേക്ക് പുതുതായിട്ട് അവളെ ചേർക്കാമെന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വെച്ചാലും എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല. കാരണം പിള്ളേനെ ഇനിയിപ്പോൾ ഈ ഒരു 1-2 മാസത്തേക്ക് ഈ ഏരിയയിൽ ഇനി എടുക്കുമോയെന്നറിയില്ല. കാരണം ഇത്രയും നാളും അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എടുക്കുമോയെന്നറിയില്ല. ഇത്രയും നാളൊക്കെ നമ്മൾ പണിയൊക്കെ എടുത്തതാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാനും ഓർത്ത്. അങ്ങനെ
അപ്പോൾ അതേ റോഡ് പണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, ആ വലിക്കാട്ട കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് മാറ്റിയിട്ടില്ല, അതിൻ്റെ മുകളിൽ കുറച്ച് മെറ്റൽ പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചെറിയ മെറ്റൽ വരച്ചേക്കാണ്. ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ റോഡ് പണി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ടാർ ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്ത്, മെറ്റലൊക്കെ വിരിച്ച് ടാറൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്ന് ഓർത്ത്. പക്ഷേ ടാറിനിപ്പോൾ അധികം ഒഴുകാണ്ട് എന്തായാലും ഇട്ടോളും. കാരണം ഡെയിലി ഇതുവഴി വണ്ടി ഓടിച്ചിട്ട് പലരുടെയും വണ്ടി തന്നെ കേടായിപ്പോയൊക്കെയാണ്, അത്രക്കും അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥ തന്നെ പറയണല്ലോ, ഓടിച്ച് ഞങ്ങൾ പകുതി വരെ വന്നതാണ്, പകുതി എത്തിയപ്പോഴത്തേക്കും കേടായിപ്പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. വർക്ക്ഷോപ്പിലാണ്, എന്താ പറ്റിയെന്നും കൂടി അറിയാൻ പാടില്ല. വണ്ടി കിട്ടിക്കഴിഞ്ഞാലാണ് ഇനി എന്താ പറ്റിയത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാൻ പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കാണ്. അപ്പോഴേക്കും ആ റോളർ അവിടെ കിടക്കണിട്ട് പുള്ള എന്നോട് പറയണം, ഉമ്മ എന്നെ അതിൽ കയറ്റുമെന്ന് പറയണം. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്താൽ അതിനകത്ത് കയറ്റേട്ടാ. രസമാണ് അവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, അതിനകത്തേക്ക് പിടിച്ച് വലിച്ച് കയറ്റി. അതിൻ്റെ കയറ്റിയിട്ടാണെങ്കിൽ ആ ടയറിലൊക്കെ നിറച്ച് പൊടിയാണല്ലോ, അന്യായ പൊടിയാണ് അതിനകത്തൊക്കെ. മെറ്റൽ പൊടി വിരിച്ചിട്ടിട്ട് റോൾ ചെയ്തതാണല്ലോ. അപ്പം എന്നിട്ട് പിന്നെ ഒരു കണക്കിന് കയറ്റി ഇരുത്തി, എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഉമ്മയ്ക്ക് പോകാനുള്ളത്, കയറ് വണ്ടിയിൽ, ഞാൻ കൊണ്ടുവിടാം അങ്ങനെ. അപ്പം അതും കൂടി ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം, ആ വോയിസും കൂടി. എനിക്കാ വീട്ടിലേക്ക് പോകണം. ഓക്കേ. കേറി. അപ്പം വൈകുന്നേരം 5 മണിയാണ് പിള്ളേരുടെ 12 മണി. അപ്പോൾ ഞാൻ പറഞ്ഞ് 12 മണി ആയില്ല, എന്നാൽ ചോറ് തിന്നാൻ വാ, ചോറ് തിന്നിട്ടാണ് ഇനി അടുത്തത് പോകേണ്ടതെന്ന്, അടുത്ത റൗണ്ട് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത് ഇറങ്ങൂല, ഒരു കണക്കിന് പിടിച്ച് നിലത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും യാചന തുടങ്ങി, എന്നെ കയറ്റോ എന്ന് പറഞ്ഞിട്ട്. അതെയാ മോനെ ഈ മെറ്റിലൊക്കെ ഒതുക്കിയത്? ആ നല്ല റോഡായി. കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലായിട്ട് പോകാമെന്നുള്ള മൈൻഡിലാണ്. വീട്ടിലേക്ക് തിരിച്ച് നടന്നായിരുന്നു, വീടിൻ്റെ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിണ്ടുമ്പോൾ അവിടെ ഇരിക്കുകയാണ്, കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റോഡ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു തിണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്ക് പോണ ആ ഒരു വഴിയാണിത്. അവിടെ കെട്ടിയേക്കണ മതിൽക്കെട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. വാങ്ങ് വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫാഷൻ വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഐറ്റംസുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ട് വേണം നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ അത് ഇസാപ്പി പറയട്ടെ അല്ലേ, ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ബൈ.